ഹലോ ഗൈസ്, അങ്ങനെ എൻ്റെ ഈ മാസത്തെ സൺഡേ ഡ്യൂട്ടി വന്നേ. അപ്പോൾ രാവിലെ നേരെ ഹോസ്പിറ്റലിലോട്ടാണ്. അപ്പോൾ രാവിലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു ആര്യാസ് ഹോട്ടലുണ്ട്. കുറച്ച് നടന്ന് പോകണം, എന്നാലും അവിടെ നല്ല പൂരിയും വടയൊക്കെ കിട്ടും. അതെൻ്റെ ഫേവറേറ്റാണ്. കുറച്ച് നടന്നാൽ എന്താ, നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാമല്ലോ. ഞാൻ അതൊക്കെ വാങ്ങി നേരെ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴും വെറുതെ ഇരിക്കുന്നു ക്രിസ്മസ് ട്രീ ഒക്കെ. അങ്ങനെ അതൊക്കെ വെച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, സൺഡേ അല്ലേ, എല്ലാവരും കളർ ഡ്രസ്സിലൊക്കെ വരുന്ന ദിവസമായതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ. അങ്ങനെ പിന്നെ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി 2 മണിയാവാനുള്ള കാത്തിരിപ്പാണ്. 2 മണിയായാൽ നമുക്ക് പോകാമല്ലോ. അങ്ങനെ ഇറങ്ങാൻ നേരം നല്ല വെയിലായിരുന്നു. ഞാൻ ദാണ്ട് ഇവളുടെ ഷാൾ വിട്ടുകൊണ്ടാണ് നടന്നത്, കാരണം അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോരും എൻ്റെ മുടി വെട്ടാനായിട്ടോ. കുറേ നാളായി മുടി വെട്ടിയിട്ട്, ഒരു 1.5 വർഷമായി വെട്ടുന്നില്ലെന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ താരൻ സമ്മതിക്കുന്നില്ല. താരൻ കാരണം മുടിയെല്ലാം പൊഴിഞ്ഞൊരു പരുവായി. അങ്ങനെ ഞാൻ പോയി മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ലെയറാണ് വെട്ടുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അതാണ് വെട്ടിയത്, കാരണം എൻ്റെ മുടിക്ക് ഉള്ളു കുറവാണ്. ലെയർ വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഉള്ളൊക്കെ തോന്നിക്കുമല്ലോ. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഞാൻ കണ്ടൊരു പ്രാന്തിയെ പോലെ ഇരിക്കുന്നത്. കറക്റ്റ് ആ വീഡിയോ തന്നെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി എനിക്ക് നല്ലോണം വെട്ടിയെല്ലാം ഫുള്ള് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നേ. അതുപോലെ ഒരുപാട് നീളമൊന്നും കുറച്ചിട്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വെട്ടിയപ്പോൾ നല്ല ഷോർട്ടായി പോയായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എല്ലാം സെറ്റായിട്ടാണ് വെട്ടിയത്. പിന്നെ എൻ്റെ കൂടെ വന്നതാണ് ഇവൾ വെട്ടണോ വേണ്ടയോ എന്നുള്ള വിചാരത്തിലായിരുന്നു. പക്ഷേ ഞാൻ അവളെ പിടിച്ച് വെട്ടിപ്പിച്ചേ. പക്ഷേ എൻ്റെ മുടി വെട്ടിയതിനെക്കാട്ടി എനിക്ക് അവളുടെ മുടി വെട്ടിയതാണ് ഇഷ്ടപ്പെട്ടത്. അത്ര രസമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു അവളുടെ മുടിയൊക്കെ വെട്ടിയെന്നപ്പോൾ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്, അത് നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ. അങ്ങനെ ഇനി നേരെ വീട്ടിലോട്ട് രാവിലെ ഇറങ്ങിയതാണല്ലോ. അങ്ങനെ മുടിയൊക്കെ കിട്ടി, അതിൻ്റെ ഒരു പ്രഹസനം മുടിയൊക്കെ അഴിച്ചിട്ടോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.